Hi friends, welcome to another video. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സർക്കിൾസ് എന്ന് പറയുന്ന SSLC സെക്കൻഡ് ചാപ്റ്ററിന്റെ ബാക്കി വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ കുറേ വീഡിയോസിൽ ഒരുപാട് പോർഷൻസ് കവർ ചെയ്തിരുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, സോ എന്താണെന്നുള്ളത് നോക്കാം. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ടൊന്ന് കാണിക്കാം. ഒന്നുമില്ല, ഒരു കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ ഒരു കാര്യം എന്തായിരുന്നു എന്നുള്ളതൊന്ന് കാണിക്കാം. നമ്മൾ പറഞ്ഞതായിരുന്നു ഒരു സർക്കിൾ ഉണ്ട്, നമ്മളൊരു കോഡ് വരച്ചു. ഓക്കെ, ചുമ്മാ ജസ്റ്റ് ഒരു കോഡ് വരച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ സെൻറ്ററിലേക്ക് വൃത്തകേന്ദ്രത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ താഴേക്ക് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിലത്തെ ഏത് ആംഗിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. എങ്ങനെ പറയാൻ പറ്റും? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. എന്തായിരുന്നു? ഈ ഒരു ആംഗിൾ എക്സ് ആണ് എന്ന് വിചാരിക്കുക. ജസ്റ്റ് അസ്യൂം ദിസ് ആംഗിൾ ഈസ് എക്സ് ആണെങ്കിൽ ഇത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നേ? ഇത് 2x ആണ്, അല്ലെങ്കിൽ അവിടെയുള്ളതിൻ്റെ ഇരട്ടിയാണ് ഇതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് 180ൽ നിന്ന് എക്സ് കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഇവിടുത്തെ ആംഗിൾ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് പറയാം. നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 35.5 എന്ന് പറയുന്ന ഒരു കോണളവ് അല്ലെങ്കിൽ ഒരു ആംഗിൾ വരയ്ക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അളവിൽ ഒരു ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഒരു പ്രൊട്രാക്ടർ എന്ന് പറയുന്ന സംഭവത്തിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ കയ്യിൽ പ്രൊട്രാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും 30 ഉണ്ട്, 31 ഉണ്ട്, 32 ഉണ്ട്, 33, 34, 35 ഒക്കെ ഉണ്ട്. പക്ഷെ 35.5 എന്ന് പറയുന്ന ഒരു അളവ് ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് വരയ്ക്കാനായിട്ട് പോവാണ്. എങ്ങനെയാണ് ഇത് വരയ്ക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോമ്പസ് ആണ്. കോമ്പസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പറയാം. ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ കോമ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെടുക്കാം. കോമ്പസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കണം. കോമ്പസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു, ഒരു വൃത്തം വരയ്ക്കുന്നു. വൃത്തം വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കേന്ദ്രം എന്ത് ചെയ്തു? അടയാളപ്പെടുത്തി. മനസ്സിലായല്ലോ? ഇതാണ് സെന്റർ എന്ന് പറയുന്നത്. ആ ഒരു സെന്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ലൈന് വരയ്ക്കാം. ഓക്കെ, ഒരു ലൈന് വരയ്ക്കാം. സിമ്പിളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന് ആവശ്യമില്ല കേട്ടോ, നമ്മുടെ കോമ്പസ് ആവശ്യമില്ല. ഈ ഒരു ഭാഗത്ത് നിന്ന് സെന്ററിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അളവ് എടുത്തിട്ട് വരച്ചു. അളവൊന്നുമില്ല, ജസ്റ്റ് ഇതിലേക്ക് വരച്ചു. നമുക്ക് വേണമെങ്കിൽ ആ റേഡിയസ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണ് നമുക്ക് എന്താ ആവശ്യമുള്ളത്? നമ്മുടെ പ്രൊട്രാക്ടർ ആവശ്യമുള്ളത്. പക്ഷേ നമുക്ക് അറിയാം, പ്രൊട്രാക്ടർ വെച്ച് അളക്കുന്ന സമയത്ത് എന്തില്ല, നമുക്ക് അവിടെ 35.5 ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ അളവെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഇവിടേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ ഒരു കാര്യം ഓക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സർക്കിൾ വരച്ചു, എന്നിട്ട് എന്ത് വരച്ചു? സർക്കിൾ വരച്ചതിന് ശേഷം ഒരു കോഡ് വരച്ചു. സെയിം കോഡ് വരച്ചു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരച്ചു, ഇവിടേക്ക് വരച്ചു. സെൻറ്ററിലേക്കും ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ സെൻറ്ററിലേക്ക് ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു, സെൻറ്ററാണെന്ന് വിചാരിക്കണം. അതേപോലെ തന്നെ ഇവിടേക്കും ഒരു ആംഗിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണല്ലോ ചെയ്തത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും എന്ന് പറഞ്ഞു? ഇതെന്ന് പറയുന്നത് 2x ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നമ്മളോട് പറഞ്ഞിട്ടുള്ള എത്രയാണ് വരയ്ക്കാൻ പറ്റില്ലേ? 35.5 അല്ലേ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. 35.5 എന്ന് പറഞ്ഞ ഒരു അളവില്ലല്ലോ പ്രൊട്രാക്ടറിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? നമുക്ക് ഇവിടെ ഇത് 35.5 എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും നമുക്കറിയാം. അത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2x അല്ലേ? തീർച്ചയായിട്ടും അതിന്റെ ഇരട്ടിയായിട്ടുള്ള 35.5 എന്ന് പറയുന്നതിന്റെ ഇരട്ടിയായിട്ടുള്ള 71 ആണ് ഇവിടെ കിട്ടുക. തീർച്ചയായിട്ടും 71 ഒന്നുമില്ല, 35.5ന്റെ ഇരട്ടിയായിട്ടുള്ള 71 ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? 71 ആണ് ഇവിടെ കിട്ടുന്നത്. മനസ്സിലായി? ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, സോ നമ്മൾക്ക് എന്ത് വരച്ചാൽ മതി? അപ്പോൾ
നമുക്ക് ഈ ഒരു സംഭവം വരച്ചാൽ മതി. കാരണം 71 എന്ന് പറയുന്ന ഒരു ആംഗിൾ അതിലുണ്ട്. അപ്പോൾ അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അതായത് ഈ ഒരു സംഭവം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 35.5 ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് 71 വേണ്ടത് ആദ്യം കേട്ടോ. 71 എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് വരയ്ക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ 71 വരയ്ക്കാനായിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു, അളവെടുക്കുന്നു. ഓക്കെ, ഏകദേശം കറക്റ്റായിട്ടുള്ള അളവെടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? 71 അല്ലേ, നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യാനായിട്ട് ഓക്കെ 71 ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇങ്ങനെ എടുത്ത് വന്ന 71, യെസ്, ഇവിടെയാണ് 71 വരുന്നത്. 71 വരുന്നത് ഞാനൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സംഭവം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു വരയിൽ നിന്നല്ല, ആ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ നിന്നായിരുന്നു പോയിന്റ്. ഓക്കെ, കണക്ട് ചെയ്തു. ഓക്കെ, കണക്ഷൻ ശരിയായിട്ടില്ല, ലൈൻ ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട്. കറക്റ്റായിട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, നമുക്ക് ജസ്റ്റ് അളന്ന് നോക്കാം. നമ്മൾ വരച്ചിട്ടുള്ള കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. 71 കേട്ടോ. ഓക്കെ, യെസ്, 71 കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 71 വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് നോക്കിയേ. ഇങ്ങനെ വരച്ചു, പക്ഷേ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇങ്ങനെ ഒന്ന് നോക്കി നോക്കിയേ. ഇതിലെന്തോ സംഭവം നമുക്ക് മനസ്സിലായല്ലോ. എന്താണെന്ന് പറയാം. നോക്കിയേ, ഓക്കെ, നമുക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയല്ലോ ഇപ്പോൾ. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ജസ്റ്റ് മൊമെന്റ്, കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓ യെസ്, ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ. എന്തായിരുന്നു സംഭവം? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആശയം തന്നെയാണ് ഇത്. ഓക്കെ, നമ്മൾ ഏതാ വരച്ചിട്ടുള്ളത്? ഇതാണ് വരച്ചിട്ടുള്ളത്. ഇത് എത്രയാണ് നമുക്ക് വരച്ചിട്ടുള്ളത്? ഇത് നമുക്ക് 71 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ നമ്മൾ അളവൊന്നും എടുത്തില്ല, നേരെ ആ ഇതിലേക്ക് ടച്ച് ചെയ്ത് വരച്ച സമയത്ത് നമുക്ക് മനസ്സിലായി ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? കറക്റ്റായിട്ട് 35.5 ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു ഇത് എക്സ് ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്, x/2. അല്ലാന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. ഇത് എക്സ് ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും ഇത്. അല്ലെങ്കിൽ തിരിച്ചും പറയാലോ, ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും മേലെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് 35.5 എന്ന് പറയുന്നത് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. വേണമെങ്കിൽ നമുക്ക് ഒന്ന് അളന്നു നോക്കാം. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ഒന്ന് അളന്നു നോക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അത് നമുക്കൊരു ഡൗട്ട്, ഇനി അതൊക്കെ ശരി തന്നെയാണോ? 35.5 ഉണ്ടാവോ? നമുക്കൊന്ന് അളന്നു നോക്കാലോ. ഓക്കെ, ഒന്ന് അളന്നു നോക്കാം, അത് കറക്റ്റ് ആയിട്ടുള്ള അളവ് തന്നെയാണോ എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നുണ്ട്. പ്രൊട്രാക്ടർ എടുക്കുന്നു. ഓക്കെ, പ്രൊട്രാക്ടർ എടുത്തിട്ട് ഒന്ന് അളന്നു നോക്കാം. അപ്പൊ അത് അളക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും, യെസ്, അളക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും? അത് 35.5 എന്ന് പറയുന്ന അളവാണെന്ന് കിട്ടും. ഈ ഒരു അളവ് നമ്മൾ അളന്നിട്ടുണ്ടോ ശരിക്കും? ഇല്ല. നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയാൽ മതി. ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി നമുക്ക് വരയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഇത്രയേ ഉള്ളൂ. ഇത് എക്സ്, ഇത് 2x. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 - x എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 35.5, ഇത് 71. ഇനി ഇവിടെയാണെങ്കിലോ ഇതെന്ന് പറയുന്നത് ശരിക്കും 180 - 35.5 ആയിരിക്കും. 35.5 ആയിരിക്കും. കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം കിട്ടുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം കേട്ടോ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 27.5 എന്ന് പറയുന്ന ഒരു ആംഗിൾ വരയ്ക്കണം എന്ന് വിചാരിക്കുക. 27.5 ആണ് വരയ്ക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പസ് എടുക്കുന്നു. ഏതെങ്കിലും ഒരു അളവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഞാൻ അളവ് പ്രത്യേകിച്ച് ഒരു നിശ്ചിത അളവൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഏതോ ഒരളവ് എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, സർക്കിൾ വരച്ചു. ഓക്കെ, വൃത്തം വരച്ചു. ഓക്കെ, ഫൈൻ, യെസ്. ഓക്കെ, അത് വരച്ചു. ഒരു മിനിറ്റ്, നമ്മുടെ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, വൃത്തം വരച്ചു. വൃത്തം വരച്ചതിന് ശേഷം ആ ഒരു വൃത്ത കേന്ദ്രം ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. സെന്റർ ആണ്. സെന്റർ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് സെന്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇവിടെ നിന്ന് ഒരു റേഡിയസ് കണ്ട് കണക്ട് ചെയ്യാം.
റേഡിയസ് ഇത് കണക്ട് ചെയ്തു. എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാട്ടോ. ഇതിപ്പോൾ ഇവിടെ തന്നെ വരയ്ക്കണം നിർബന്ധമില്ല, നേരത്തെ നമ്മൾ അവിടേക്കല്ലേ പക്ഷേ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇവിടേക്ക് വരയ്ക്കാം. ഓ സോറി, വേണമെങ്കിൽ അത് തന്നെ ഇവിടേക്ക് വരയ്ക്കാം. എങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, എവിടേക്ക് വേണമെങ്കിലും വരയ്ക്കാം. അല്ലെങ്കിൽ തിരിച്ച് വേറെ എവിടേക്ക് വേണമെങ്കിലും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരയ്ക്കാം. ഞാൻ ശരിക്കും അളവെടുക്കാൻ കറക്റ്റ് ഒരു പാകത്തിനായിട്ടാണ് ഇവിടേക്ക് വരയ്ക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങോട്ട് വരച്ചത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവസാനം പ്രൊട്രാക്ടർ എടുക്കുന്നു. പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അളവെടുത്തുകൊണ്ട് നമുക്ക് എത്രയാണ് വരയ്ക്കേണ്ടത്, നമുക്ക് എത്രയാണ് വേണ്ടത്, 27.5 അല്ലേ, ഞാനിവിടെ ഒന്ന് എഴുതുന്നുണ്ട്. 27.5 ആണ്, 27.5 ആണ്. പക്ഷേ പ്രൊട്രാക്ടർ എടുത്ത് നോക്കിയ സമയത്ത് there is no 27.5. 27.5 എന്ന് പറയുന്നൊരു അളവില്ല പ്രൊട്രാക്ടറിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കതിൻ്റെ ഇരട്ടി നോക്കാമല്ലോ. 27.5 പ്ലസ് 27.5 എന്ന് പറയുന്നത് എത്രയാണ്, 0, 7 7 14, പിന്നെ ബാക്കി 1 5, പിന്നെ 4 55 ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം നോക്കിയേ. 27.5ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 5 5 10ലേക്ക് 0, ബാക്കി 1, 7 7 14, 1 15ലേക്ക് 5, 2 2 4 3 5, 55. ഓക്കെ, നമുക്ക് 55 വരയ്ക്കാം. 55 എന്ന് പറയുന്ന സമയത്ത് 55 ഇതാ എവിടെയാണ് വരുന്നത്. ഓക്കെ, 55 വരുന്നു. 55 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യാം, പ്രൊട്രാക്ടർ മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അളന്ന് നോക്കാം, കറക്റ്റ് 55 തന്നെ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് അളന്ന് നോക്കുന്ന സമയത്ത് യെസ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്, 55 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി ചെയ്യാനൊന്നുമില്ല. ഈ ഒരു അളവിൽ നിന്ന്, അതായത് ഇത് നമുക്ക് വേണ്ട കേട്ടോ, ഈ ഒരു അളവിൽ നിന്ന് ഒന്നുകൂടി കാണിക്കട്ടാ. ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്, നമുക്കിപ്പോൾ 55 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഞാൻ തിരിച്ച് കാണിക്കാം. ഇനി ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണമെങ്കിൽ ഞാൻ തിരിച്ച് കാണിക്കാം. കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, വൃത്തത്തിന്റെ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 27.5 ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിലും പറയാം, എന്ത് പറയാം, ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്, x/2 ആണ്, എക്സിന്റെ പകുതിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഇതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 27.5. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് അളന്ന് നോക്കാം. 27.5 ഉണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കി നോക്കാം. നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക, ഒന്ന് അളന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നതാണ്. യെസ്, യെസ്, 27.5 എന്നുള്ള ആ വാല്യൂ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു അളവ് തന്നു കഴിഞ്ഞാൽ, നമുക്ക് പ്രൊട്രാക്ടറിൽ ഇല്ലാത്ത ഒരു അളവ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ റിഗാർഡ് ചെയ്തുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ടുള്ളതുണ്ട്. സോ ഇത് നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.